നമസ്തേ ഗംഗാമയാണ്. ഇന്ന് ഒരു ഗുരു ശിഷ്യ മിസ്റ്റിക് ടച്ചുള്ള ഒരു ഗുരു ശിഷ്യ സംവാദമായിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ഗുരു ശിഷ്യന്റെ സംവാദം? പുലർച്ചെ നേരം വെളുത്തു വരുന്നു. പ്രകൃതി രമണീയമായ ആശ്രമത്തിന്റെ പരിസരത്ത് നല്ല മനോഹരമായ എനർജിയും മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ള ഒരു ആശ്രമ പരിസരമാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് ശിഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഗുരുവേ, എനിക്ക് ചില വിചിത്ര അനുഭവങ്ങളുണ്ട്. അപ്പോൾ ചില ആളുകളെ കണ്ടാൽ എൻ്റെ ഊർജമൊക്കെ നഷ്ടമാവുന്നത് പോലെ, മനസ്സ് വളരെ ഭാരമായി മാറുന്നത് പോലെ തോന്നുന്നു ഗുരുവേ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ശാന്തമായിട്ട് കണ്ണു തുറന്നു. അപ്പൊ ഗുരു പറഞ്ഞു, അത് നിന്റെ കഥ മാത്രമല്ല. ചില ബന്ധങ്ങൾ ഊർജം കുറയ്ക്കും, ചില ബന്ധങ്ങൾ ഊർജം ഉയർത്തും. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അതെന്താണ് ഗുരുവേ? അപ്പൊ ഗുരു പറഞ്ഞു, ചിലർ നിനക്ക് നല്ലവരായി തോന്നും, പക്ഷെ അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നീ ക്ഷീണിക്കും. എന്നാൽ അത് മാത്രമല്ല, എല്ലാ മനുഷ്യരും ശരീരം മാത്രമല്ല, അവർക്ക് ചില ഊർജ ശരീരങ്ങളുണ്ട്. അതിൽ ചിലർ വെളിച്ചം പകരും, മറ്റു ചിലർ അറിയാതെ ഇരുട്ട് പകരും. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, എന്നാൽ ഗുരുവേ, ചിലർ ഊർജം മോഷ്ടിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണോ? അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോഷണം എന്ന വാക്ക് ഭയപ്പെട്ടു, പക്ഷെ യാഥാർത്ഥ്യം അല്പം വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ഊർജത്തിൽ ആശ്രയിച്ചിട്ടാണ് ചില ആൾക്കാർ ജീവിക്കുന്നത്. അത് അവർ അറിയാതെ ചെയ്യുന്നതാണ്, ചിലര് അറിഞ്ഞു ചെയ്യുന്നതാണ്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, അപ്പോൾ അവർ ദുഷ്ടരാണോ? ഗുരു പറഞ്ഞു, ഇല്ല, അവർ ദുഷ്ടരല്ല, അവർ ബോധമില്ലാത്തവരാണ്. ദീപം കെടുത്തിയാൽ അത് ഇരുട്ടാവും, പക്ഷെ മറ്റൊരു ദീപം തെളിച്ചാലോ അത് വെളിച്ചമായി മാറും. അപ്പോ ശിഷ്യൻ വീണ്ടും സംശയം, എങ്ങനെ ഞാൻ സംരക്ഷിക്കും? അതായത് എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നുള്ളൊരു സംശയം ശിഷ്യന് വീണ്ടും വന്നു. അപ്പോൾ ശിഷ്യനോട് ഗുരു പറഞ്ഞു, ആദ്യം നിന്റെ ഉള്ളില് വെളിച്ചം ഉറപ്പാക്കണം, അതായത് ദീപം തെളിയിക്കണം. അതിനെന്ത് വേണം? ധ്യാനം വേണം. കൃത്യമായ പ്രാണായാമ മുറകളെല്ലാം ചെയ്തിട്ട് ശ്വാസത്തെ നിയന്ത്രിച്ചിട്ട് ഊർജ ശരീരമാക്കണം. അപ്പൊ വീണ്ടും ശിഷ്യൻ ചോദിച്ചു, എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആരോ എൻ്റെ ചിന്തകളെ പോലും ബാധിക്കുന്നത് പോലെ ഗുരുവേ. അപ്പൊ ഗുരു വീണ്ടും അവനെ സാഗൂതം നോക്കി. എന്നിട്ട് ഗുരു പറഞ്ഞു, അതാണ് നിന്റെ പരീക്ഷ. കാരണം പുറത്തെ ശക്തികൾക്കല്ല, നിന്റെ ഉള്ളിലെ ദുർബലതയ്ക്കാണ് അധിക ശക്തിയുള്ളത്. ഭയമുള്ളിടത്ത് മാത്രമേ ഇരുട്ട് കടക്കൂ. അപ്പൊ ശിഷ്യൻ ഭയായി, ഗുരുവേ, ഡാഗരികൾ പോലുള്ള ശക്തികൾ യാഥാർത്ഥ്യമാണ്. ഗുരു വീണ്ടും പുഞ്ചിരിച്ചു. ലോകത്ത് അനവധി തലങ്ങളുണ്ട്, ഗുരു പറഞ്ഞു. ചിലത് നമുക്ക് കാണാം, ചിലത് അനുഭവിക്കാം. പക്ഷേ ഒരു സത്യം ഓർക്കൂ, ശുദ്ധമായ ബോധത്തെ ആർക്കും സ്പർശിക്കാൻ കഴിയില്ല. ശിഷ്യൻ ചോദിച്ചു, അപ്പൊ അതായത് ഞാൻ ഭയപ്പെടേണ്ടതില്ല അല്ലേ ഗുരുവേ? വീണ്ടും ഗുരു പറഞ്ഞു, ഭയം തന്നെയാണ് വാതിൽ. നീ ഭയപ്പെടുമ്പോൾ നീ തന്നെ വാതിൽ തുറക്കുന്നു മറ്റുള്ളവർക്ക് കടന്നു വരാനായിട്ട്. നീ സാക്ഷിയായി നിൽക്കുമ്പോൾ എല്ലാം കടന്നു പോകും, നിന്നെ സ്പർശിക്കാതെ. അപ്പൊ വീണ്ടും ശിഷ്യന് അല്പം ധൈര്യം വന്നപ്പോൾ വീണ്ടും ചോദിച്ചു, ഗുരുവേ, ഇനി എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് എൻ്റെ ഊർജം സംരക്ഷിക്കേണ്ടതില്ല, അത് ഉയർത്തുകയാണ് വേണ്ടത്. ഗുരു സന്തോഷത്തോടെ പറഞ്ഞു, സത്യം, അതാണ് യാഥാർത്ഥ്യം. സ്വയം സംരക്ഷണം അതാണ്. ഒരു സൂര്യനെ ആർക്കും ഇരുട്ടത്താക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ കഴിയില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വെളിച്ചമുള്ളിടത്ത് ഒരു നിഴലും സ്പർശിക്കില്ല. എവിടെയാണോ വെളിച്ചം കുറയണത്, അതായത് ഊർജം കുറയണം, അവിടെയാണ് ഇത്തരം എനർജികൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സൂക്ഷ്മതലത്തില് നിങ്ങളുടെ സൂക്ഷ്മ ബോഡിനെ എനർജറ്റിക് ആക്കുക, ഉയർത്തിക്കൊണ്ടുവരിക, പവർഫുള്ളാക്കുക. ശക്തമായ ഒരു പ്രസരിപ്പുള്ള ഒരു ബോഡിയിലേക്ക് ഒരു സൈക്കിക് അറ്റാക്കും വരില്ല.
പിന്നെ കോഡ് കട്ടിങ്. ഇത്തരം എനർജികൾ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെ രീതികളും മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം. അത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്, അല്ലാതെ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് പറയാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പോൾ നന്ദി, നമസ്തേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.